കഴിഞ്ഞ ദിവസം വന്നൊരു കമൻറ്റാണ് ഈ വർഷം ഞാൻ എടുത്ത കാർഡുകളെ പറ്റിയും അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത കാർഡുകളെ പറ്റിയും ഒരു വീഡിയോ ചെയ്യാനായിട്ട്. എങ്കിൽ പിന്നെ അത് ചെയ്തേക്കാമെന്ന് കരുതി. ആദ്യം ഇപ്പോൾ നിലവിൽ ഞാൻ കീപ്പ് ചെയ്യുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3 കാർഡുകളാണ് ഇപ്പോൾ നിലവിൽ ഞാൻ കീപ്പ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാർഡ് HDFC ബാങ്കിൻ്റെ ബിസിനസ് റിഗാലിയ കാർഡാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് HDFC ബാങ്കിൻ്റെ കാർഡായിരുന്നു. അന്ന് അതിൻ്റെ വേരിയൻറ്റ് മണി ബാക്ക് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആയിരുന്നു. പിന്നീട് എനിക്ക് അപ്ഗ്രേഡ് ചെയ്താണ് ഇപ്പോൾ ഈ ഒരു ബിസിനസ് റിഗാലിയ എന്ന് പറഞ്ഞ വേരിയൻറ്റിലേക്ക് മാറ്റി കിട്ടിയത്. ഇതൊരു ബിസിനസ് കാറ്റഗറി വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാർഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബിസിനസ് റിലേറ്റഡ് ട്രാൻസാക്ഷനുകൾക്കാണ്. ലൈക്ക് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ആഡ് പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഗൂഗിൾ ആഡ് പേയ്മെൻറ്റ്, അങ്ങനെയുള്ള ബിസിനസ് റിലേറ്റഡ് ട്രാൻസാക്ഷനുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലിമിറ്റ് തന്നെ ഈ ഒരു കാർഡിലുണ്ട്. കാർഡ് എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 20,000 രൂപയിൽ താഴെ എന്തോ ആയിരുന്നു ലിമിറ്റ്. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് കൂട്ടി കിട്ടി അത്യാവശ്യം നല്ലൊരു ലിമിറ്റ് ഇപ്പോൾ ഈ ഒരു കാർഡിലുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കാർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ റിവാർഡ് പോയിൻ്റ് ആണ് ഈ ഒരു കാർഡിൽ വരുന്നത്. നോർമലി നമ്മൾ വാലറ്റ് അതുപോലെ തന്നെ EMI സ്പെൻഡിങ് ഒഴികെ ബാക്കിയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് 4 റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. പിന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആണ് വരുന്നത്. നമ്മളൊരു വർഷം 5 ലക്ഷം രൂപ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10,000 റിവാർഡ് പോയിന്റ് കിട്ടും. സെയിം ഇയറിൽ തന്നെ നമ്മൾ 8 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 5,000 റിവാർഡ് പോയിന്റ് കൂടി കിട്ടും. അങ്ങനെ നമുക്ക് മൊത്തം ഒരു ഇയറിൽ നമുക്ക് 15,000 റിവാർഡ് പോയിന്റ് നമുക്ക് അഡീഷണലി നേടുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു റിവാർഡ് പോയിന്റ് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു റിവാർഡ് പോയിന്റ് നമ്മൾ ക്യാഷ് ആയിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ നമുക്ക് 20 പൈസയാണ് വാല്യൂ ബാക്ക് വരുന്നത്. അതേസമയം നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ബ്രാൻഡുകളിലേക്ക് വൗച്ചേഴ്സ് ആയിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ നമുക്ക് 35 പൈസ വാല്യൂ ബാക്ക് കിട്ടും ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ കൂടുതലായിട്ടും ആമസോണിൻ്റെയൊക്കെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആയിട്ടാണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതുപയോഗിച്ച് ആമസോണിൽ നിന്നും ഓരോ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുകയാണ് ചെയ്യുന്നത്. നോർമലി ഒരു കാർഡിൻ്റെ ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് 2,500 രൂപ പ്ലസ് GST ആണ്. പക്ഷേ എനിക്കൊരു കാർഡ് ലൈഫ് ടൈം ഫ്രീ പ്ലാനിലാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡിന് ഞാൻ എടുത്തപ്പോൾ മുതൽ തന്നെ ആ ഒരു കാർഡും ലൈഫ് ടൈം ഫ്രീ ആയിരുന്നു. അതായത് മണി ബാക്ക് കാർഡും ലൈഫ് ടൈം ഫ്രീ ആയിരുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആനുവൽ ചാർജ് ഒന്നും തന്നെ ഈ ഒരു കാർഡിന് നൽകേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നോർമലി നമുക്ക് ഇന്ത്യക്കുള്ളിലുള്ള ഡൊമസ്റ്റിക് ലോഞ്ചുകളും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലോഞ്ചുകളും സെലക്ടഡ് ഡൊമസ്റ്റിക് ലോഞ്ചുകളും ഇൻ്റർനാഷണൽ ലോഞ്ചുകളും നമുക്ക് വർഷത്തിൽ 12 തവണ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് ഇൻ്റർനാഷണൽ ലോഞ്ച്, അതായത് ഇന്ത്യക്ക് വെളിയിലുള്ള ലോഞ്ചുകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സെലക്ടഡ് ഔട്ട്സൈഡ് ഇന്ത്യ ലോഞ്ചുകൾ നമുക്ക് പ്രയോറിറ്റി പാസ് ഉപയോഗിച്ച് നമുക്ക് വർഷത്തിൽ 6 തവണ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാം. ഇതൊക്കെയാണ് HDFC ബാങ്കിൻ്റെ ബിസിനസ് റിഗാലിയ ക്രെഡിറ്റ് കാർഡ് വേരിയൻറ്റിൻ്റെ കീ ഹൈലൈറ്റ്സ്. പിന്നെ ഞാനിപ്പോൾ കീപ്പ് ചെയ്യുന്ന മറ്റൊരു കാർഡാണ് HDFC ബാങ്കിൻ്റെ തന്നെ ടാറ്റ ന്യൂ ഇൻഫിനിറ്റി കാർഡ് വേരിയൻറ്റ്. നോർമലി ഒരു കാർഡിൻ്റെ ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് 1,500 രൂപ പ്ലസ് GST ആണ്. പക്ഷേ എനിക്ക് ഈ ഒരു കാർഡും ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. ഈ ഒരു കാർഡ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ടാണ്. മർച്ചന് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ടാണ്. ഞാൻ എടുത്തത് റൂപേ വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മർച്ചന് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 1.5% വാല്യൂ ബാക്കാണ് UPI പേയ്മെൻറ്റിന് ഈ ഒരു കാർഡിൽ കിട്ടുന്നത്. മാക്സിമം അപ് ടു ഒരു മാസം 500 രൂപ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 500 പോയിന്റ് വരെ ടാറ്റ ന്യൂ കോയിൻ വരെ നമുക്ക് കിട്ടും. ഒരു കോയിനിൻ്റെ വാല്യൂ വരുന്നത് 1 രൂപയാണ്. സോ 500 കോയിൻ വരെ ഒരു മാസം നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഈ ഒരു കാർഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ടാറ്റ പാർട്ണർ ബ്രാൻഡ്സിൽ ട്രാൻസാക്ഷൻ നടത്തേണ്ടി വരുമ്പോഴാണ്. ലൈക്ക് ക്രോമ, ടാറ്റ ക്ലിക്ക്, അങ്ങനെയുള്ള ടാറ്റ പാർട്ണർ ബ്രാൻഡ്സിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തേണ്ടി വരുമ്പോൾ നമുക്ക് അപ് ടു 10% വരെ വാല്യൂ ബാക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നേടാനായിട്ട് സാധിക്കും. സോ ആ പർപ്പസിനൊക്കെ ആയിട്ടാണ് ഈ ഒരു കാർഡ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു കാർഡിനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡിലും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. ഇന്ത്യക്കുള്ളിലുള്ള ഡൊമസ്റ്റിക് ലോഞ്ചുകൾ നമുക്ക് ക്വാർട്ടർലി 2 തവണ, വർഷത്തിൽ 8 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് ഇന്ത്യക്ക് വെളിയിലുള്ള ഇൻ്റർനാഷണൽ ലോഞ്ചുകളും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും കോംപ്ലിമെൻ്ററി ആയിട്ട്. ക്വാർട്ടർലി 1 തവണ എന്ന രീതിയിൽ വർഷത്തിൽ 4 തവണയാണ് നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു കാർഡിൻ്റെ റിവാർഡ് ബെനിഫിറ്റ് നമുക്ക് ടാറ്റ ന്യൂ കോയിൻ ആയിട്ടാണ് കിട്ടുന്നത്. ഞാൻ ആ ഒരു കോയിൻ ഉപയോഗിക്കുന്നത് 1mgയിൽ നിന്നും മെഡിസിൻസ് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ടാറ്റ ക്രോമയിൽ നിന്ന് പർച്ചേസ് ചെയ്യും. അതുപോലെ തന്നെ ടാറ്റ ക്ലിക്കിൽ നിന്നും മറ്റു ആക്സസറീസ് ഒക്കെ പർച്ചേസ് ചെയ്യും. അങ്ങനെയുള്ള പർച്ചേസിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കോയിൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് തനിഷ്കിൽ നിന്നും ഓൺലൈനായിട്ട് ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പർപ്പസിനായിട്ടാണ് ഞാൻ ഈ ഒരു ടാറ്റ ന്യൂ കോയിൻ ഉപയോഗപ്പെടുത്തുന്നത്. ഈ ഒരു ടാറ്റ ന്യൂ ഇൻഫിനിറ്റി കാർഡ് ഈ വർഷം മെയ് മാസത്തിലാണ് ഞാൻ എടുത്തത്. ഇതുവരെ ഞാൻ ഉപയോഗിച്ചതിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഡേ ടു ഡേ, അതായത് എല്ലാ മാസവും ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് ഈ ഒരു ടാറ്റ ന്യൂ ഇൻഫിനിറ്റി കാർഡ്. പിന്നെ ഞാൻ കീപ്പ് ചെയ്യുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിൻ്റെ ACE കാർഡാണ്. ഈ ഒരു കാർഡ് എടുക്കുന്നത് ഞാൻ 2021 ഡിസംബറിലാണ്. ഇപ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഇതും സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു കാർഡ് ഞാൻ നോർമലി ഉപയോഗിക്കുന്നത് ഡേ ടു ഡേ നോർമൽ എല്ലാ ട്രാൻസാക്ഷനും കാർഡ് ട്രാൻസാക്ഷനുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു കാർഡാണ്. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും. കാരണം മിനിമം 2% വാല്യൂ ബാക്ക് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അതും 2% ക്യാഷ് ബാക്ക് അൺലിമിറ്റഡ് ആയിട്ടാണ് ഓഫർ ചെയ്യുന്നത്. സോ നല്ലൊരു ബെനിഫിറ്റ് ഉള്ള ഒരു കാർഡാണ്. പിന്നെ ഗൂഗിൾ പേ വഴി റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5%
10% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്, മാക്സിമം അപ് ടു ഒരു മാസം 500 രൂപ വരെ. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് iOS ആയതിനാൽ iOS ഗൂഗിൾ പേയിൽ ഈ ഒരു ഫീച്ചർ ഇല്ല. അപ്പോൾ എനിക്കത് ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. ഞാൻ വീട്ടിലെ ഫോണിലൊക്കെ കാർഡ് ആഡ് ചെയ്താണ് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ടാറ്റ ന്യൂ കാർഡ് എടുത്തതോടുകൂടി റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ഞാൻ അവരുടെ ടാറ്റ ന്യൂ ആപ്പ് വഴി ആ ഒരു ടാറ്റ ന്യൂ കാർഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സോ എനിക്കൊരു 10% വാല്യൂ ബാക്ക് അങ്ങനെ നേടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ ഈ ഒരു യെസ് കാർഡ് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നില്ല, കൂടുതലും ടാറ്റ ന്യൂ കാർഡാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ യെസ് കാർഡ് ലൈഫ് ടൈം ഫ്രീ അല്ല, നോർമലി ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നുണ്ട്, 499 രൂപ പ്ലസ് GST. പക്ഷേ ഈ ഒരു ചാർജ് ഇതുവരെ നൽകേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം ആനുവലി 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും. സോ ഇതുവരെ ിൽ നിന്നും എനിക്ക് അതിനേക്കാൾ കൂടുതൽ സ്പെൻഡിങ് ഉള്ളതിനാൽ എനിക്ക് ആനുവൽ ഫീസ് എപ്പോഴും വേവ് ചെയ്ത് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു കാർഡ് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ഈ 3 കാർഡുകളാണ് ഇപ്പോൾ നിലവിൽ ഞാൻ കീപ്പ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ വർഷം എടുത്തിട്ട് ക്ലോസ് ചെയ്ത കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പേ പറയാനായിട്ടുള്ളത്, ഞാൻ ഈ കാർഡുകൾ ക്ലോസ് ചെയ്തത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, പല കാർഡ് ഞാൻ എടുക്കുന്നത് ജസ്റ്റ് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി മാത്രമാണ്. ഉപയോഗിച്ച് നോക്കി ഒന്ന് ഉപയോഗിക്കുക, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിടുക. ആ ഒരു പർപ്പസിനായിട്ടാണ് കൂടുതൽ കാർഡും എടുക്കുന്നത്. പിന്നെ ഈ ഒരു ചാനലിലെ വീഡിയോസ് ആദ്യം തൊട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ആദ്യം ഒരു കാർഡ് എന്ന ഒരു മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. പിന്നീട് അത് മാറി ഒരു ഘട്ടത്തിൽ 5 കാർഡ് വരെ ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ എനിക്കത് കട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പല ഉപയോഗമില്ലാത്ത കാർഡുകളും, ഒരു 3 മാസത്തിൽ കൂടുതലൊക്കെ ഉപയോഗമില്ലാതെ വെച്ചിരിക്കുന്ന കാർഡുകളാണെങ്കിൽ ഞാനത് ക്ലോസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില റീസൺസ് കൊണ്ടൊക്കെ ആണ് ഞാൻ എടുത്ത കാർഡുകൾ ക്ലോസ് ചെയ്യുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ ഒന്നുമല്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പോൾ 4-5 മാസമായിട്ട് നമുക്ക് ഉപയോഗം ഒന്നുമില്ലാത്തൊരു കാർഡാണെങ്കിൽ പ്രത്യേകിച്ച് അത് വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് ക്ലോസ് ചെയ്ത് വിടുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഏജ് കൂടുന്തോറും പിന്നീട് നമ്മളത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. എക്സ്പെർട്ട് ഒപ്പീനിയൻ അനുസരിച്ച് ഏജ് കൂടുതലുള്ള കാർഡുകൾ ക്ലോസ് ചെയ്യാതെ കീപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അത്രയും ഒരു ലെങ്തിലുള്ള ഹിസ്റ്ററി നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ കാർഡ് എടുത്തിട്ട് ഉപയോഗമില്ലെങ്കിൽ അപ്പോൾ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഒരു ഹിസ്റ്ററി എല്ലാം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പല കാർഡുകളും എടുത്ത ഉടനെ തന്നെ ആവശ്യമില്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വിടുന്നത്. ഇപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മാക്സിമം ഒരു 10 പോയിന്റ് വരെയൊക്കെയാണ് ക്രെഡിറ്റ് സ്കോറിൽ കുറവ് വന്നിരിക്കുന്നത്. അത് കുറയും, പക്ഷേ തൊട്ട് ഒരു 2-3 മാസം കഴിയുമ്പോൾ അത് മെയിൻറ്റെയിൻ ആവും. കാരണം എനിക്ക് വേറെ കാർഡുകളുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാൻ നേരത്തെ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ എനിക്ക് ആ കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ എനിക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ബെറ്റർ ഓപ്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ലിമിറ്റുള്ള കാർഡ് എപ്പോഴും കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല ഹിസ്റ്ററിയുള്ള, നിങ്ങൾ ആദ്യം എടുത്ത കാർഡാണെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കീപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ബെനിഫിറ്റ് ഉള്ള കാർഡുകൾ, നിങ്ങൾക്ക് ഓവറോൾ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയ കാർഡാണെങ്കിൽ കീപ്പ് ചെയ്യാം. നിങ്ങൾ എടുത്തിട്ട് ഒരു 4-5 മാസമൊക്കെ ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ പോലും നടത്താതെ വെറുതെ വെച്ചിരിക്കുന്ന കാർഡാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അത് ക്ലോസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വർഷം എടുത്തിട്ട് ക്ലോസ് ചെയ്ത കാർഡുകൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ കാർഡ് വരുന്നത് HDFC ബാങ്കിൻ്റെ തന്നെ ഒരു റുപേ കാർഡാണ്. അത് വിർച്വൽ കാർഡായിരുന്നു, UPI പേയ്മെൻറ്റിനായിട്ടുള്ള ഒരു കാർഡായിരുന്നു. അത് ഞാൻ എടുത്ത് ഉപയോഗിച്ചു. അതെനിക്ക് വെർത്തായിട്ട് തോന്നിയില്ല. അതിൻ്റെ റിവാർഡ് സിസ്റ്റം ആണെങ്കിലും ഒന്നും ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ റിവാർഡ് ബെനിഫിറ്റുമായിട്ടൊക്കെ നോക്കുവാൻ നേരത്തെ എനിക്കത് വെർത്തായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ഉടനെ തന്നെ ക്ലോസ് ചെയ്തു. പിന്നെ ഈ വർഷം എടുത്തിട്ട് ക്ലോസ് ചെയ്ത ഒരു കാർഡാണ് SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ്. SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് എടുത്തത്. അത് ക്ലോസ് ചെയ്തത് ഈ വർഷമാണ് ക്ലോസ് ചെയ്തത്. അത് ബെനിഫിറ്റുള്ള കാർഡൊക്കെ തന്നെ ആയിരുന്നു, പക്ഷേ എനിക്കതെന്തോ ഇഷ്ടമായില്ല. ഞാനത് ക്ലോസ് ചെയ്തു. എനിക്ക് എത്ര ഉപയോഗമൊന്നും ആ ഒരു കാർഡ് ഉപയോഗിച്ച് വന്നില്ല. കുറച്ച് നാൾ ഞാൻ കീപ്പ് ചെയ്തപ്പോൾ എപ്പോഴും ഒന്നും ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആ ഒരു കാർഡിന് കൂടുതൽ ബെനിഫിറ്റും വരുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷനാണ്. പിന്നെ അവരതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് ലൈഫ് ടൈം ഫ്രീ കാർഡ് അല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ആനുവൽ ചാർജ് ഒഴിവാക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് വരും. അപ്പോൾ അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ബാക്കിയുള്ള കാർഡിലെ സ്പെൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്ലിറ്റ് ആയി പോകും. ഇപ്പോൾ എനിക്ക് മറ്റേ കാർഡിലെ മാക്സിമം ബെനിഫിറ്റ് ഒന്നും കിട്ടാതെ വരും. അങ്ങനെയൊക്കെ വന്നതുകൊണ്ടും എനിക്ക് SBI കാർഡിനോട് അത്ര താല്പര്യമില്ലാത്തതിനാലും ഞാൻ ആ ഒരു കാർഡ് ക്ലോസ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ എടുത്തിട്ട് ക്ലോസ് ചെയ്ത ഒരു കാർഡാണ് വൺ കാർഡ് എന്ന് പറയുന്നത്. വൺ കാർഡ് ഞാൻ എടുത്തത് 2022 ഡിസംബറിലാണ്. ഈ വർഷമാണ് ഞാൻ ആ ഒരു കാർഡ് ക്ലോസ് ചെയ്തത്. വൺ കാർഡിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു പോരായ്മ അതിൻ്റെ റിവാർഡ് ബെനിഫിറ്റ് ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ ഫ്യൂൽ അടിക്കുമ്പോൾ റിവാർഡ് ബെനിഫിറ്റ് കിട്ടുമായിരുന്നു. ആ ഒരു പർപ്പസിനായിട്ടാണ് ഞാൻ ആ ഒരു കാർഡ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് കാർഡുകളുടെ എണ്ണം കുറയ്ക്കാനുള്ളൊരു ഡിസിഷൻ എടുത്തു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വൺ കാർഡ് ക്ലോസ് ചെയ്തത്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായാലും അവർ ആ ഒരു ഫ്യൂവൽ അടിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡ് പോയിന്റ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അവരിപ്പോൾ റിമൂവ് ചെയ്തു. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ വർഷം എടുത്തിട്ട് ഉടനെ തന്നെ ക്ലോസ് ചെയ്ത മറ്റൊരു കാർഡാണ് ഫെഡറൽ ബാങ്കിൻ്റെ സ്കാപ്പിയ കാർഡ്. ലൈഫ് ടൈം ഫ്രീ കാർഡായിരുന്നു, പക്ഷേ അത് കൂടുതലായിട്ടും ട്രാവൽ ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്. അത് മാത്രമല്ല നമുക്ക് റിവാർഡ്
പോയിന്റ് ഫീച്ചറും കാര്യങ്ങളൊക്കെ അട്രാക്റ്റീവ് ആണെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യം വരുമ്പോൾ അത് ഫ്ലോപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് സ്കാപ്പിയ കാർഡിനുള്ളിലെ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റും മാത്രമാണ് അത് ഉപയോഗിച്ച് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ നോർമലി മറ്റു പ്ലാറ്റ്ഫോമുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്കാപ്പിയ പ്ലാറ്റ്ഫോമിൽ ഫ്ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാർഡ് ക്ലോസ് ചെയ്തു. എനിക്ക് ഉപയോഗമില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അത് ക്ലോസ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. അത് വേണമെങ്കിൽ എനിക്ക് കീപ്പ് ചെയ്യാമായിരുന്നു, പക്ഷേ എനിക്ക് ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം കുറയ്ക്കണമായിരുന്നു. ആ ഒരു ഡിസിഷൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു കാർഡ് ക്ലോസ് ചെയ്തത്. ഇങ്ങനെ ക്ലോസ് ചെയ്ത ശേഷം അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തോന്നിയ ഒരു കാർഡാണ് വൺ കാർഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അത് ആദ്യം പറഞ്ഞതിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ വല്ലാതൊരു മിസ്സിങ് പോലെ തോന്നി. പ്രത്യേകിച്ച് അവരുടെ മൊബൈൽ ആപ്പാണ് എനിക്ക് മിസ്സായത്. കാരണം നല്ലൊരു മൊബൈൽ ആപ്പായിരുന്നു അവരുടെ വൺ കാർഡിൻ്റെ ആപ്പ് എന്ന് പറയുന്നത്. അതെന്തും എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു. അപ്പോൾ കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ആപ്പും കാര്യങ്ങളൊക്കെ മിസ്സായി ഒരു ഫീലിംഗ് ഉണ്ട്. അല്ലാതെ മറ്റു കാർഡുകളൊന്നും ക്ലോസ് ചെയ്തപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വേണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്യേണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോന്നിയില്ല. തോന്നിയത് ഈ ഒരു വൺ കാർഡിൻ്റെ കേസിൽ മാത്രമാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി വൺ കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ വർഷത്തെ എൻ്റെ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് സ്റ്റോറി. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി